വാട്ട്സ് ഹാപ്പനിങ് പീപ്പിൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം മ്യൂസിയം ആൻഡ് സൂ ഒന്ന് കാണാനാണ്. മ്യൂസിയം ടൈം ഉണ്ടെങ്കിൽ ഞങ്ങളൊന്ന് നോക്കിയിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാണിച്ചു തരാം. ഇപ്പോൾ എന്തായാലും നമ്മൾ നേരെ സൂവിലേക്കാണ് പോകുന്നത്. എൻ്റെ ഒപ്പം ആസ് യൂഷ്വൽ അക്ഷയൻ ചേട്ടനുണ്ട്. എന്തായാലും നമ്മൾ ഇവിടെ ആനക്കൊണ്ടയും ബാക്കി എന്തോ കോപ്പൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. ഭയങ്കര വെറൈറ്റി സ്ഥലമാണ് കേട്ടോ. വെറൈറ്റി നൊസ്റ്റാൾജിയ. LKG പണ്ട് ഇവിടെ ട്രിപ്പ് വരുന്നതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. അതെ. അപ്പോൾ എന്തായാലും നോക്കട്ടെ. നമ്മൾ മാക്സിമം കാണിക്കാൻ പറ്റുന്നത് ഓൾമോസ്റ്റ് 1 hour കൂടുതൽ വാക്കുണ്ട് സൂവിനകത്തൂടെയൊക്കെ നടക്കാനായിട്ട്. നമുക്ക് നന്നായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺഡ്, സ്കിപ്പ് അടിക്കാതെ അവസാനം വരെ കാണും. ഇതാണ് ഇവിടുത്തെ റേറ്റ്സിൻ്റെ ചാർട്ട് വന്നിട്ട്. മുതിർന്നവർക്ക് 30 രൂപയാണ്, കുട്ടികൾക്ക് 10, ഫാമിലി ടിക്കറ്റ് 70 ഉണ്ട് റേറ്റ്സ്. പിന്നെ ബാക്കി ഒത്തിരി റേറ്റ്സിൻ്റെ ഇതുണ്ട്. നമ്മുടെ ക്യാമറയും കാര്യങ്ങളുടെ വീഡിയോ ക്യാമറ, നോർമൽ സ്റ്റിൽ ക്യാമറയുടെയൊക്കെ റേറ്റ്സ് ഉണ്ട്. നോർമൽ ക്യാമറ 50 ആണ്, വീഡിയോ ക്യാമറ 200 ആണ്. അങ്ങനെ ഓരോ റേറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇതൊന്ന് പോസ് ചെയ്ത് ഡീറ്റെയിൽസ് ആയിട്ട് വായിക്കാം. നമ്മളിത് ഇവിടെ നിന്ന് എൻട്രൻസ് കഴിഞ്ഞു. നേരെ ഇവിടെ നിന്ന് സൂ എൻട്രൻസ് ഇവിടെ മെയിനായിട്ടുള്ള ഒന്നുണ്ട്. ഇതുവഴി നേരെ അങ്ങ് പോവാണ്. ഇതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഡു നോട്ട് ഫീഡ് അസ്. ഇവിടെ ഉള്ള മൃഗങ്ങൾക്കൊന്നും നമ്മൾ ആഹാര കാര്യങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല. ഇതേ കാണുന്നതാണിത് ലയൺ ടെയിൽഡ് മക്കാവ്, അബ്രാ വർജ്. ഈ നടക്കുന്ന വഴിയൊക്കെ കണ്ടോ കേസ്, നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ്. ഫുള്ളും മരങ്ങൾ കൊണ്ട് സെറ്റായി നിൽക്കുന്നു. ഈ മരങ്ങളെയൊക്കെ പറ്റി പഠിക്കാനായിട്ട് വരുന്നവർക്ക് ഇത് ഈ മരങ്ങളുടെയൊക്കെ ഇതിൽ തന്നെ പേരെഴുതി വെച്ചിട്ടുണ്ട്. പേരെഴുതി പഠിച്ചാൽ എടാ നമുക്കല്ല, ഇതിനെയൊക്കെ പറ്റി പഠിക്കാനുള്ളവർക്ക്. എന്താണിത്? ചെറിയ മഹാഗണി. ഓ ഞാൻ ഇത് ഈ ചെറിയ മഹാഗണിയുടെ സൈസ് അല്ല, അതാണ് ചെറിയ മഹാഗണി. നോക്കിയേക്കേ, വെയിറ്റ്. ഡാടാ എന്ത് ചെയ്യണ്ട ഇവിടെ? നീ സലീഷ് ചേട്ടന് വേണ്ടി പഠിക്കുകയാണോ? ഇതെന്തോ സംഭവം? സൺ കോൺയോ, ചൈന പക്ഷിയായിരിക്കും. അതാണ്. ചുമ്മാ അല്ല സൺ എന്നുള്ള പേര് വന്ന് വേണ്ടോ. ആദ്യം നല്ല റെഡ്, അവിടെ നിന്ന് മഞ്ഞ, പിന്നെ അടുത്ത് പച്ച. ഇത് വന്നിട്ട് ഗ്രീൻ, എന്തോ പേര്, ഗ്രീൻ വിങ്ഡ് മക്കാവ്. ക്യാമറ കാണുന്ന പോലുള്ള നല്ല വലിപ്പമുണ്ട് സംഭവം. പക്ഷി ഗവേഷണർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഓടി വന്നോളൂ, ഇവിടെ ഒത്തിരി സംഭവങ്ങളുണ്ട്. ഗൈസ്, ഈ സംഭവത്തിൻ്റെ പേരാണ് വെള്ളി വയറൻ കടൽ പരുന്ത്. കറക്റ്റായിട്ട് പറഞ്ഞേ, കുറേ നേരം പറയാൻ നോക്ക്, നടക്കുന്നില്ല. ഇതിങ്ങനെ കാണുന്ന പോലെ ഒന്നുമല്ല കേട്ടോ, നല്ല വലിപ്പമുണ്ട് സംഭവം, ഒരു രക്ഷയില്ല. ഇത് മേളിലും വേറെ ഒന്നൊക്കെ ഇരിപ്പുണ്ട്. ദേ കണ്ടോ, ദേ ഒന്നിരിക്കുന്നു. ഗൈസ്, ഇതൊരു രക്ഷയില്ല കേട്ടോ, കിടിലൻ സ്പോട്ട് എന്ന് വെച്ചാൽ കിടിലൻ സ്പോട്ട്. ഞങ്ങൾ മുൻപേ വരുമ്പോഴൊന്നും ഇത് ഇത്രയ്ക്ക് ഇങ്ങനെ കണ്ടിട്ടില്ല. ഇത് ഫുള്ളൊരു പച്ചപ്പായലിങ്ങനെ പിടിച്ച് കിടക്കുവാണ്. അതിൽ കൂടെ ദേ അങ്ങൊക്കെ പക്ഷികളിരിക്കുവാണ്. അതിൻ്റെ പേരെന്താണെന്ന് ഞാൻ നോക്കിയില്ല, എന്തായാലും നോക്കിയിട്ട് പറഞ്ഞുതരാം. എന്തായാലും കിടിലൻ സ്പോട്ട്. ഇവിടെ ഒരു ഫുള്ള് ഗ്ലാസ്സാണ്. പിന്നെ ഈ ഭാഗത്തൊരു നിൽക്കാനായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട്. ഇവിടെ ഫുള്ള് ഗ്ലാസ് കഴിഞ്ഞിട്ട് ഇതാ നേരെ ഈ വ്യൂ ആണ്. അത് നല്ല ഇഷ്ടപ്പെട്ടു. കിടിലൻ സ്പോട്ട്. ഇത് ഫുള്ള് ഇങ്ങനെ പായൽ പിടിച്ച് കിടക്കുവാണ്. ഇവിടെ താഴെ അത്രയും ഒരു പച്ച കളർ കാണുന്നില്ലേ, ഇത് ഇവിടെ കണ്ടോ. ഇതൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുവാണ്. പ്ലാസ്റ്റിക് ഒക്കെ നമുക്ക് ഗേറ്റിൻ്റെ അവിടെ വെച്ച് തന്നെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും ഉള്ളിൽ കൊണ്ടുവരാനായിട്ട് പറ്റില്ല. ബോട്ടിലും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഡിസ്പോസ് ചെയ്തിട്ട് നമ്മളിങ്ങോട്ട് വരണം. എല്ലാ ടൂറിസ്റ്റ് സെൻറ്റേഴ്സിലും ഇതേപോലെ ഒരു സംഭവം കൊണ്ടുവന്നെങ്കിൽ അടിപൊളിയായിരിക്കും. അതാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ അല്ലേ. ആക്ച്വലി നമ്മളാണ് അത് ശ്രദ്ധിക്കാൻ. അതാണ്, നമ്മളാണ് കൊണ്ട് വരാതെ, അല്ലെങ്കിൽ അതേപോലെ നമ്മൾ കൊണ്ടുപോകണം. നമ്മൾ നടന്നിപ്പോൾ ഒരു ഒത്തിരി ദൂരം നടന്നു. ഇതെന്താ, ഇവിടെ ഡ്രിങ്കിങ് വാട്ടറൊക്കെ അവൈലബിൾ ആണ്. കുഴപ്പമില്ല, എനിക്കും വേണം. ദാഹിക്ക് ഇത്രയും നടന്നതല്ലേ. നിനക്ക് വേണോ? ഇതിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ? ഡു യു നോ ദി ഗ്രൂപ്പ് ഓഫ് റൈനോ ഇസ് കോൾഡ് ക്രാഷ്. എത്ര പേർക്ക് അതറിയാം?
എനിക്ക് അറിഞ്ഞൂടായിരുന്നു, ഇപ്പോഴാണ് മനസ്സിലായത്. ഇത് അങ്ങ് ദൂരെ ഒരു റൈനോസ് നിൽക്കുന്നുണ്ട്. കുറേ മാനുകളെയും കാണാം അതിനടുത്തായിട്ട്. ഈ സൈഡ് വരുമ്പോഴത്തേക്കും ഇവിടെയാണ് ഹിപ്പോപ്പൊട്ടാമസ്. ഇതാണ് സെക്കൻഡ് ലാർജസ്റ്റ് അനിമൽ ഓൺ എർത്ത്. ഇതേ ഒന്ന് അവിടെ എന്ത് ചെയ്യുകയാണ്? എൻ്റെ പൊന്നേ, അതിൻ്റെ സൈസ് കണ്ടോ? നിങ്ങൾക്കൊരു കാര്യം, ഇതിൻ്റെ നോസും ഐസും ഒക്കെ തലയുടെ മേളിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് വെള്ളത്തിൽ മുങ്ങിക്കിടന്നാലും അതിന് എളുപ്പത്തിൽ ബ്രീത്ത് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് വെള്ളത്തിൽ കിടക്കുന്നത് കാരണം തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു ചൂടും കാര്യങ്ങളൊക്കെ കൊണ്ടാണിത്. ബോഡി ഫുള്ള് ഫാറ്റ് കണ്ടൻറ്റാണ്. അപ്പോൾ അതൊന്ന് ഭയങ്കര ഹീറ്റാണ് ബോഡി ഫുള്ള്. അതൊന്ന് തണുക്കാനായിട്ടാണ് ഇത് എപ്പോഴും ഇങ്ങനെ വെള്ളത്തിൽ തന്നെ കൂടുതൽ നേരവും കിടക്കുന്നതൊക്കെ. ഇത് കണ്ടോ, സ്റ്റാച്യു പോലെ നിൽക്കുന്ന കുറേ മാനുകൾ, വെറൈറ്റീസ് ഓഫ് മാനാണ്. എല്ലാം ഒരുമിച്ച് തന്നെ ഒരിടത്തുണ്ട്. ഇതിൻ്റെ നടുക്കൊരു വേറൊരു ടൈപ്പ് മാനിട്ടുണ്ട്. ഇതേ കണ്ടോ, അതിൻ്റെ ചുറ്റും വേറെ. ഫുഡ് നോക്കി വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നത് പോലെ ഉണ്ട്. എല്ലാവരും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കുകയാണ്. ഇതേ കൈ 6 പാക്കുള്ള കാട്ടുപോത്ത്. ഇത് എൻ്റെ മസിലുണ്ടോ? ഇവിടെ നിൻ്റെ അത്ര ഉണ്ടോ അതിന് മസില്? വിഷയ ലുക്കാണ് ഗൈസ്. ഡെയിലി ജിമ്മിൽ പോകുന്ന കാട്ടുപോത്താണെന്ന് തോന്നുന്നു. ഇത് ആഫ്രിക്കൻ കാട്ടുപോത്തായിരുന്നു ഗൈസ്. NRA ടീമാ ട്രിവാൻഡ്രത്ത് വിസിറ്റിന് വന്നത്. ഇപ്പോൾ ഫീഡിങ് ടൈമാണ്, വൈകിട്ടായിട്ടുണ്ട് സമയം. ഇടയ്ക്ക് നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ കണ്ട പോലെ റിഫ്രഷ്മെൻറ്റിനായിട്ട് ഇവിടെ ചായയും കാര്യങ്ങളൊക്കെ ഉണ്ട്. AVT പ്രീമിയം. അവരുടെ ആയിരിക്കും ഇതപ്പം. ഇതൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. കയ്യിലിപ്പോൾ ബോട്ടിൽ ഓഫ് വാട്ടർ അല്ലെങ്കിലും സീനില്ല. അതേപോലെ ഇവിടെ ഇലക്ട്രിക് കാറും അവൈലബിൾ ആണ്. നമുക്ക് ആദ്യമേ പേയ്മെൻറ്റ് കൊടുത്ത് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഫുള്ള് കാറിലിരുന്ന് തന്നെ അങ്ങ് പൊളിയായിട്ട് സ്ഥലങ്ങളൊക്കെ കാണാം. ഇവിടെ എന്താ ആൾക്കൂട്ടം. യെസ്, ഫൈനലി വി മെറ്റ് ഹിം. സിംഹം, ടൈഗർ, ലെപ്പേർഡ്. അതെല്ലാം മേളിലോട്ടെന്നാണ് ഉദ്ദേശിച്ചത്. ഭക്ഷണം കിട്ടാനായിട്ട് ഓടി നടക്കുന്ന കടുവ. കടുവയുടെ കൂട് കണ്ടോ ഗൈസ്, ഒരു രക്ഷയില്ല. ഫുള്ള് ഇതാ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സിംഹത്തെ കാണാൻ പോകാം. സിംഹം ഉണ്ടോ എവിടെ? കടുവയ്ക്ക് പുള്ളപ്പടിക്കാനായിട്ട് ഒരു 2 ബാറ് വെച്ചിരിക്കുന്നുണ്ടോ മോനെ. ആ ലുക്ക് കണ്ട. ഷോ മാസ് മാസ്. ടെഡി ബിയർ പോയി നോക്കിയാൽ. ഇതേ അടുത്തത് കണ്ടോ, ഇതിലേതാണാവോ ഡേറ്റ് ഓഫ് ബർത്ത്? 2007 ഇവിടെ വന്നതാണ്. പേര് മനു. മനു ഇവിടാ, ഇങ്ങ് വന്നേ. മനു ഉറക്കമാണ് ഗൈസ്. ഡുട്ടു. ഇവിടെ അടുത്തത് എന്താ കിടപ്പുണ്ട്. ഇതാരാണ്? സോമനോ രാജശേഖരനായിരിക്കും. അപ്പോൾ ശശി. ഇവിടെ പേരില്ല. ഇത് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇത് എല്ലാവരും ഉറക്കമാണ്. ചേടാ, കുറച്ചുകൂടെ മുൻപേ വരേണ്ടതായിരുന്നു. അടുത്ത ആൾ ഉറക്കമായി. ഇനി ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഒള്ളിക്കൂട്. നോ ടൈഗേഴ്സ് ഹിയർ ഗൈസ്. ട്രിവാൻഡ്രം സൂ 1857 ഓപ്പൺ ചെയ്തത്. ഇവിടെ ടോട്ടൽ ഇപ്പോൾ 55 ഏക്കറോളം ഉണ്ട്. ഫുള്ളും മരങ്ങളും. അതായത് എനിക്ക് മരങ്ങളുടെ വെറൈറ്റീസ് ഒന്നും അറിയില്ല, അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്തു. എന്തായാലും ഫുള്ള് വെറൈറ്റീസ് ഓഫ് മരങ്ങളും ഒത്തിരി കാര്യങ്ങളൊക്കെ ആയിട്ട് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ സൂവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ കോവിഡായിട്ട് ആവശ്യത്തിന് അധികം ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. എല്ലാവരും സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടൊക്കെ തന്നെയാണ് വന്ന് നിൽക്കുന്നത്. മാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം നമുക്ക് അവിടെ ഫ്രണ്ടിൽ സാനിറ്റൈസേഷനും എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളിലേക്കും കയറ്റി വിടുള്ളൂ. എന്തായാലും കൊള്ളാം. നമ്മളിത് ഈ വീഡിയോ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാവരും ട്രിവാൻഡ്രം സൂവിലൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിയാം. പക്ഷേ എന്നാലും ഞങ്ങളിത് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ വന്നിട്ടില്ലാത്ത ഒത്തിരി പേരുണ്ട്. ഒത്തിരി പേരെന്ന് പറയുമ്പോൾ ഒത്തിരി പേര് കാണും ഇവിടെ വന്നിട്ടില്ലാത്ത. അവർക്കൊക്കെ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ കൊടുക്കാനാണ്. ഇത് ഫുള്ള് ചുറ്റി കാണാനായിട്ട് 1.5 മണിക്കൂറിന് കൂടുതൽ ടൈം എടുക്കും. നമ്മളിപ്പോൾ തന്നെ ഏകദേശം 3/4 മണിക്കൂർ കഴിഞ്ഞു. ഇനിയും കുറച്ചുകൂടെ കാണാനായിട്ടുണ്ട്. ഞങ്ങൾ ഇച്ചിരി വീഡിയോ ഒക്കെ എടുത്തെടുത്ത് പോകുമ്പോൾ ലാഗായി പോകുന്നുണ്ട്. പിന്നെ വേറെ എന്താണ്, ഞങ്ങൾ അധികം എല്ലാം ഒന്നും കാണിച്ച് വീഡിയോ എടുത്തിട്ടില്ല.
അപ്പോൾ ആഗ്രഹമുള്ളവർക്ക് ഡയറക്റ്റ് ട്രിവാൻഡ്രത്ത് തന്നെ വന്ന് സൂ ഒക്കെ ഒന്ന് ഫുള്ള് കണ്ട് അടിച്ച് പൊളിച്ചു. ഒരു ഈവനിങ് വാക്ക് കൂടെ ആവും. ഒത്തിരി ഉണ്ട് നടക്കാനായിട്ട്. ഇതേ ബട്ടർഫ്ലൈ പാർക്ക്, ഇതുവഴി നടന്നു നോക്കട്ടെ. ഇതിവിടെ കുറച്ച് ചെറിയ രീതിയിൽ പൂന്തോട്ടവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബട്ടർഫ്ലൈ പാർക്കിനകത്ത്. പിന്നെ മേളിൽ കൂടെ ഇങ്ങനെ ഒരു നടപ്പാത പോലെയൊക്കെ ഉണ്ട്. നൈസാണ്, ഒരു രക്ഷയില്ല, വൈബാണ്. പക്ഷേ ഒരു പ്രശ്നമേ ഉള്ളൂ, ബട്ടർഫ്ലൈ മാത്രം കണ്ടില്ല ബട്ടർഫ്ലൈ പാർക്കിനുള്ളിൽ. ചുമ്മാ ബട്ടർഫ്ലൈ പാർക്കിനെ പറ്റി, മീൻസ് പാർക്കിനെ പറ്റിയിട്ടല്ല, ബട്ടർഫ്ലൈ പറ്റിയൊക്കെ പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്കൊക്കെ വരാം. അടുത്തതാണ് ഇവിടെ റെപ്റ്റൈൽ ഹൗസ്. ഇവിടെ ലോ ലൈറ്റാണ്, എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും നോക്കട്ടെ, വിഷ്വൽ നന്നായിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. ക്ലാരിറ്റി കുറച്ച് ലോസ് ഉണ്ട്, പക്ഷേ എന്നാലും ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നതൊക്കെ നൈസാണ്. പൈത്തൺ ഇതേ കിടക്കുന്നു, പൈത്തൺ. ഇതാണ് പൈത്തൺ ഗൈസ്. ഇത് ഈ പൈത്തൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് വായിക്കാം. പൈത്തൺ കഴിഞ്ഞിട്ട് അടുത്ത് കിടക്കുന്ന എന്താണ്? ഇന്ത്യൻ റോക്ക് പൈത്തൺ, അതായത് പെരുമ്പാമ്പ്. ഇത് 2 ഉണ്ട്. ഇത് ഒന്നും അങ്ങ് കിടക്കുന്നു. ഇത് കണ്ടിട്ട് ഒരുമാതിരി പ്ലാസ്റ്റിക് പാമ്പിനെ പോലെ ഉണ്ടല്ലോ. മൂർഖൻ, മൂർഖൻ ദേ അവിടെ ചുരുണ്ട് കൂടി കിടപ്പുണ്ട്. ഓഹോ, ഇവിടെ ദേ കരാമ ദേ കിടപ്പുണ്ട്. കാട്ടുപാമ്പ്, ദേ കിടപ്പുണ്ട് കാട്ടുപാമ്പ്. അങ്ങനെ ധ്യാനക്കൊണ്ട. ഇത് എത്ര പേര് നേരിട്ട് കണ്ടിട്ടുണ്ട്? ഔട്ട്സൈഡ് ട്രിവാൻഡ്രം ആൾക്കാരുടെ അടുത്താണ് ഈ ക്വസ്റ്റ്യൻ. ഗ്രീൻ ആനക്കൊണ്ട, ഒരു രക്ഷയില്ല. ഇതിൻ്റെ തല എവിടെയാണെന്നൊരു പിടിയില്ല. ദേ ഇവിടെ നിന്ന് വെള്ളത്തിനടിയിൽ കൂടെ പോയി ഇത് അങ്ങാണ് കാണുന്നത്. എൻ്റെ പൊന്നേ, എന്ത് വലിപ്പമാണ് സാധനം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീം അത് മസ്റ്റാണ്. തളർന്നത് എല്ലാവരും ടയർഡൊക്കെ ആയിട്ട് വന്നിരുന്നുകൊണ്ട് ഒരു ഐസ്ക്രീം കുടിക്കുമ്പോൾ കിട്ടുന്ന ഫീലുണ്ടല്ലോ. എൻ്റെ മോനെ, അഭിരാം പറയുന്നത്. ഇവിടെയാണ് മ്യൂസിക് ബാൻഡുകളുടെയും ഒക്കെ പ്രോഗ്രാം നടക്കുന്നത്. അതിന് വേണ്ടി ഉള്ള ഒരു സ്റ്റേജ് പോലെയാണ് ഇവിടെ. പിന്നെ ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. വെയിറ്റ് ചെയ്തൊന്നും ഇരിപ്പില്ല, ഇപ്പോൾ ഒന്നും പരിപാടിയൊന്നും കാണില്ല. പിന്നെ നടന്ന് തളർന്നൊക്കെ വന്നവർ റെസ്റ്റ് ചെയ്തിരിപ്പുണ്ട്. മ്യൂസിയത്തിൻ്റെ ആ ഒരു വ്യൂ പൊളി. നൈസ്, നല്ല കിഡില് കളറായിട്ടുള്ള ചെടികൾ. ക്യാമറയിൽ അത്രയ്ക്ക് ഇതില്ല, നേരിട്ട് കാണുന്നതിൻ്റെ. ഇവിടെ വൈകിട്ട് ഓടാനും നടക്കാനായിട്ടൊക്കെ ഒത്തിരി പേര് വരുന്ന സ്ഥലമാണ്. ഇവിടെ അതിനു വേണ്ടി തന്നെ ഒരു നടപ്പാതയൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ മ്യൂസിയത്തിൽ ഞങ്ങൾ കയറാനായിട്ട് നോക്കി, പക്ഷേ മ്യൂസിയം ക്ലോസ്ഡ് ആണ്. എന്താണെന്നറിയില്ല, കോവിഡിൻ്റെ ഇത് കാരണമായിരിക്കും ഇപ്പോൾ ക്ലോസ്ഡ് ആണ് കറൻ്റ്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ റേഡിയോ ഒക്കെ വെച്ചിട്ടുണ്ട്, ആൾക്കാരൊക്കെ ചുറ്റും ഇരിക്കുന്നതുകൊണ്ട് റേഡിയോയുടെ ഇതൊക്കെ കേട്ടങ്ങനെ ഇരിക്കാനായിട്ട്. അതിന് മുകളിലൊരു വലിയ ലൗഡ് സ്പീക്കർ വെച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചാൽ കേൾക്കാം. मैं अच्छी हूँ, मैं अच्छी हूँ. റേഡിയോ പണ്ട് നമ്മളെ ഹിന്ദി സാർ പറഞ്ഞു തരുന്നവരുണ്ട്. കാർ പാർക്കിംഗ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇങ്ങനെ സൂവിൻ്റെ അടുത്തേക്ക് തന്നെ കാറ് ഫുള്ള്, ഐ മീൻ കാറിങ് എത്തും. കാർ പാർക്കിംഗ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. സൂവിൻ്റെ അടുത്ത് വരെ തന്നെ കാറിങ് എത്തും. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. നേരത്തെ നമ്മൾ പോയ എൻട്രൻസ് ഈ വഴിയാണ്. ഇതുവഴിയാണ് സൂവിലേക്കുള്ള എൻട്രൻസ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് ഈ ഭാഗത്താണ് സൂ, ഐ മീൻ മ്യൂസിയം വരുന്നത്. ഇത് ഇവിടെ ഒരു ഡിനോസർ ദിനോജിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഈ ഡിനോസർ എന്ന് കാണുമ്പോഴേക്ക്. ട്രിവാൻഡ്രം സൂ ഞങ്ങൾ ഫുള്ള് കണ്ട് നടക്കാനായിട്ട് ഓൾമോസ്റ്റ് 1 hour ആ ഒരു ടൈം തന്നെയാണ് തോന്നുന്നു എടുത്തത്. ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല എത്രയാണ് എടുത്തതെന്ന്. എന്തായാലും ആ ഒരു ടൈമാണ് ഞങ്ങൾ എടുത്തത്.
പിന്നെ അതേപോലെ തന്നെ നമുക്ക് അവിടെ കൂടെ ഒത്തിരി നടക്കാനും, അതായത് വൈകിട്ട് ആൾക്കാരൊക്കെ ഒത്തിരി പേര് നടക്കാനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ട്രിവാൻഡ്രത്തുള്ള എല്ലാവർക്കും ഇതൊക്കെ അറിയാം, ബട്ട് ട്രിവാൻഡ്രത്തിന് പുറത്ത് താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് മെയിൻലി പറയുന്നത്. സോ വേറെ എന്താണ്, ട്രിവാൻഡ്രം മ്യൂസിയം ഞങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചിരുന്നു, ബട്ട് കോവിഡിൻ്റെ എന്തോ ഇഷ്യൂസ് കാരണം അത് ക്ലോസ്ഡ് ആണ്. ബട്ട് ഇതിനു മുമ്പേ തുറന്നിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു. കോവിഡ് കഴിഞ്ഞതിന് ശേഷവും ഇത് മ്യൂസിയം തുറന്നിട്ടുണ്ടായിരുന്നു, ബട്ട് ഞങ്ങൾ പോയപ്പോഴത്തേക്കും അതെന്തായാലും ക്ലോസ്ഡ് ആയിരുന്നു. അൺഫോർച്യുനേറ്റ്ലി ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ല. വേറൊരു കിട്ടുന്ന വീഡിയോയിൽ നമ്മൾ എന്തായാലും അതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത്, അത് മാത്രമല്ല വേറെ കാര്യങ്ങളും കൂടെ, അതായത് റെപ്റ്റൈൽ ഹൗസ് സെപ്പറേറ്റ് അവിടെ കുറച്ച് ഇതൊക്കെ കൂടെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് അടുത്തൊരു കിട്ടുന്ന വീഡിയോയിൽ നമുക്ക് എല്ലാം ഇൻഫർമേഷൻസ് ആഡ് ചെയ്ത് കാണിക്കാം. സോ എന്തായാലും വേറെ ഒന്നുമില്ല, കീപ് സപ്പോർട്ടിങ്. അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.